KBS വാസ്തുവിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയ ബിസിനസ്സുകാർ, വലിയ മാഫിയ സംഘങ്ങൾ ഉണ്ടാക്കിയ മാഫിയ തലവന്മാർ, വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുത്ത രാഷ്ട്രീയക്കാർ, ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ പലപ്പോഴും ആരാധനയോടുകൂടി നോക്കിക്കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ അസൂയയോടുകൂടിയും നോക്കിക്കാണാറുണ്ട്. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടം വ്യക്തികൾക്ക് എങ്ങനെയാണ് ഇത്ര വലിയൊരു സാമ്രാജ്യം പടുത്തുയർത്താൻ സാധിക്കുന്നത്? കാരണം ഒരു മനുഷ്യന് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു 70-80 വർഷമാണ് മാക്സിമം എന്ന് പറയുന്നത്. ആ ഒരു സമയത്തിനിടയ്ക്ക് ഒരു വലിയ വാസ്റ്റ് നെറ്റ്വർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്? ഇതിന് പിന്നിലെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആളുകൾക്ക് ഇത് സാധിക്കാറില്ല. അപ്പോൾ അസാധാരണമായ എന്തെങ്കിലും ഇവരുടെ കയ്യിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അസാധാരണമായ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വിഷൻ ഉണ്ടായിരിക്കുക എന്നതാണ്. ഇങ്ങനെയുള്ള വലിയ ബിസിനസ്സുകാരെയും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ ആളുകളെയും ഒക്കെ എടുത്തു നോക്കൂ, അവർക്ക് അവരുടേതായ ഒരു വിഷൻ ഉണ്ടായിരുന്നിരിക്കും. നമ്മളിൽ എത്ര പേർക്ക് ഈ ധാരണയുണ്ട്? ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ ജോലി എവിടെ ഉണ്ടാവും, നമ്മുടെ ജീവിതം എവിടെ ഉണ്ടാവും, വല്ല ഐഡിയയും ഉണ്ടോ? ഒരു ഐഡിയയും സാധാരണ ആളുകൾക്ക് ഉണ്ടാവാറില്ല. എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾ ഇത്തരം വിഷനറി ആയിട്ടുള്ള ചിന്താഗതികൾ ഉള്ളവരായിരിക്കും എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ളവർ പലപ്പോഴും കമ്മ്യൂണിക്കേഷനും നെറ്റ്വർക്കിനും വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതായത് അവരുടെ ഈ ഒരു വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ഈ ഒരു വർക്കിങ്ങിന് റിസോഴ്സ്ഫുൾ ആയ പല ആളുകളും അവർക്ക് ചുറ്റുമുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താനും അങ്ങനെയുള്ള ആളുകളുമായി നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനും ഇവരെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രക്ചറിലും സിസ്റ്റത്തിലുമാണ് ഇവർ ശ്രദ്ധിക്കാറുള്ളത്, അല്ലാതെ വ്യക്തികളിലല്ല എന്നതാണ്. ഒരു വ്യക്തി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഒരു 10 ദിവസം മാറി നിന്നാൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കുകയില്ല. നേരെ മറിച്ച് ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ സിസ്റ്റം അവിടെ ഉണ്ട് എങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് മാത്രമേ വ്യക്തികൾ ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ സ്ട്രക്ചർ അല്ലെങ്കിൽ സിസ്റ്റം സ്വയം നോക്കിക്കോളും എന്നതാണ്. അതുകൊണ്ടാണ് എപ്പോഴും സക്സസ്ഫുൾ ആയ ആളുകളുടെ ജീവിതം നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും, അവർക്ക് കൃത്യമായ അച്ചടക്കം ഉണ്ടായിരുന്നു, കൃത്യമായ ഓർഡർ ഉണ്ടായിരുന്നു ലൈഫിന്, ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു ലൈഫിന് എന്ന് കാണാൻ സാധിക്കും. അവർ ചില കാര്യങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഇമ്പൾസീവായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, ബാക്കിയെല്ലാം ഓർഡർലി ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ളവർ എപ്പോഴും ടൈംലെസ് വാല്യൂസിൽ വിശ്വസിച്ചിരുന്നവരാണ് എന്നതാണ്. ട്രസ്റ്റ്, പവർ, ഹോണർ, ഇത്തരം കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക, ആ മൂല്യങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുക, ആ റെപ്യൂട്ടേഷൻ എപ്പോഴും കാത്തു സൂക്ഷിക്കുക എന്നത് ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തതായിട്ട് ഇവരെപ്പോഴും ക്ഷമയുള്ള ആൾക്കാരാണ് എന്നതാണ്. എന്നാൽ അടിവെച്ച് ശ്രദ്ധിച്ചു പോകുന്ന ആളുകൾക്ക് വീഴാനുള്ള സാധ്യതകൾ കുറവാണ്. നിങ്ങളെപ്പോഴും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഒരു 40 വയസ്സിന് ശേഷമാണ് അവരവരുടെ പവറിലേക്ക് അല്ലെങ്കിൽ അവരവരുടെ പ്രൈം സിറ്റുവേഷൻസിലേക്ക് എത്താറുള്ളത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത്രയും കാലത്തെ അധ്വാനവും അത്രയും കാലം കൊണ്ടുണ്ടാക്കിയ റെപ്യൂട്ടേഷനും അത്രയും കാലം കൊണ്ടുള്ള എക്സ്പീരിയൻസുകളും ലെസൺസും ആണ് ഇവരെ അങ്ങോട്ട് എത്തിക്കുന്നത് എന്നതാണ്. അപ്പോൾ അത്രയും കാലത്തെ ക്ഷമ ഇവർക്കുള്ള വലിയ ഒരു ക്വാളിറ്റിയാണ്. ഇങ്ങനത്തെ ചില ക്വാളിറ്റീസും പ്രത്യേകതകളുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പവർഫുൾ ആയ എംപയേഴ്സിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.